ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കായിക മേഖലയിൽ നിന്നും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക രൂപം ഏതാണ്? ഫുട്ബോൾ. ലോകത്തിലെ ഏറ്റവും ജനപ്രീതി ആർജിച്ച കായിക രൂപം ഫുട്ബോളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ വിനോദമായിട്ടുള്ള കായിക വിനോദവും ഫുട്ബോൾ തന്നെയാണ്. സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ്? ഫുട്ബോൾ. സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദം ഫുട്ബോളാണ്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. അമേരിക്കൻ സോക്കർ ക്ലബിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സുനിൽ ഛേത്രി. അമേരിക്കൻ സോക്കർ ക്ലബിൽ കളിച്ച ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? കോപ്പ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് കോപ്പ അമേരിക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഡ്യൂറൻഡ് കപ്പ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡ്യൂറൻഡ് കപ്പാണ്. ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 11 ആണ്. ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്ര മിനിറ്റാണ്? 90 മിനിറ്റ്. ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം 90 മിനിറ്റാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് FC കൊച്ചിനാണ്. ഫുട്ബോൾ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഫിഫയാണ്. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഗിയാനി ഇൻഫാന്റിനോ. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു? ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി ഖത്തറായിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് വിജയി അർജൻറ്റീനയാണ്. അർജൻറ്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് വിജയി അർജൻറ്റീനയും റണ്ണറപ്പ് ഫ്രാൻസുമായിരുന്നു. അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ വർഷങ്ങൾ ഏതൊക്കെയാണ്? 3 തവണയാണ് അർജൻറ്റീനയ്ക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം ലഭിച്ചിട്ടുള്ളത്. അത് 1978, 1986, 2022 എന്നീ വർഷങ്ങളിലാണ്. അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ വർഷങ്ങൾ 1978, 1986, 2022 എന്നീ വർഷങ്ങളിലാണ്. 2022 ഫിഫ വേൾഡ് കപ്പിൽ 3-ാം സ്ഥാനം നേടിയ രാജ്യം ക്രൊയേഷ്യയാണ്. 1-ാമത് അർജൻറ്റീനയും 2-ാമത് ഫ്രാൻസും 3-ാം സ്ഥാനത്ത് ക്രൊയേഷ്യയുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരം ആരാണ്? ലയണൽ മെസ്സി. അർജൻറ്റീനൻ താരമായ ലയണൽ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? അർജൻറ്റീന. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി അർജൻറ്റീനയാണ്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഖത്തറാണ്. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി ഖത്തറാണ്. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ്? IM വിജയൻ. പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ IM വിജയനാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയാണ്? USA. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി USA ആണ്. 2026 നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത് കാനഡ, മെക്സിക്കോ, USA എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്നറിയപ്പെടുന്നത് സന്തോഷ് ട്രോഫിയാണ്. ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? സന്തോഷ് ട്രോഫി. 2022-23 സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2022-23 സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2022 75-ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ്.
2022 75ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ്. കേരളത്തിന് എത്ര തവണയാണ് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്? 7 തവണ. അത് ഏതൊക്കെ വർഷങ്ങളിലാണ്? ആദ്യമായി കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിക്കുന്നത് 1973 പിന്നീട് 1992, 1993, 2001, 2004, 2018, 2022 എന്നീ വർഷങ്ങളിലായി 7 തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? എറണാകുളം. ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ്. 2022-23 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ ATK മോഹൻ ബഗാനാണ്. 2022-23 ഇന്ത്യൻ സൂപ്പർ ലീഗ് ജേതാക്കൾ ATK മോഹൻ ബഗാനാണ്. ഇൻസ്റ്റാഗ്രാമിൽ 20 ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഇൻസ്റ്റാഗ്രാമിൽ 20 ലക്ഷം ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ്. 2020 യൂറോ കപ്പ് ജേതാക്കൾ ഇറ്റലിയാണ്. 2020 യൂറോ കപ്പ് ജേതാക്കൾ ഇറ്റലിയാണ്. 2021 47ാമത് കോപ്പ അമേരിക്ക ജേതാക്കൾ അർജന്റീനയാണ്. റണ്ണറപ്പ് ബ്രസീലും. 2021 47ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ജേതാക്കൾ അർജന്റീനയാണ്. അർജന്റീന ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബ്രസീലിനെയാണ്. 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു? ബ്രസീൽ. 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി ബ്രസീലായിരുന്നു. 2022-23 കേരള പ്രീമിയർ ലീഗ് കിരീടം നേടിയത് കേരള യുണൈറ്റഡ് ആണ്. 2022-23 കേരള പ്രീമിയർ ലീഗ് കിരീടം നേടിയത് കേരള യുണൈറ്റഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ബ്രസീൽ. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണയാണ് ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത്. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരം ആരാണ്? കൈലിയൻ എംബാവെ. ഫ്രാൻസിൻ്റെ താരമായ കൈലിയൻ എംബാവെയാണ് 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയും ഗോൾഡൻ ബൂട്ട് അവാർഡ് സ്വന്തമാക്കുകയും ചെയ്ത താരം. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ആരാണ്? ലയണൽ മെസ്സി. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് അർജന്റീനയുടെ ക്യാപ്റ്റനായിരുന്ന ലയണൽ മെസ്സിക്കാണ്. ഫുട്ബോൾ പരിശീലന വികസനം ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോൾ. ഫുട്ബോൾ പരിശീലന വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഗോൾ. 2021-22 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡിൽ മികച്ച പുരുഷ താരമായത് സുനിൽ ഛേത്രിയാണ്. 2021-22 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവാർഡിൽ മികച്ച പുരുഷ താരമായത് സുനിൽ ഛേത്രിയാണ്. 2019 8ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? USA. 2019 8ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ USA ആണ്. 2021-22 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള FC ആണ്. 2021-22 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഗോകുലം കേരള FC ആണ്. 2022 അണ്ടർ 19 യൂറോ കപ്പ് ജേതാക്കൾ ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ട്. 2022 അണ്ടർ 19 യൂറോ കപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2023 ഇന്ത്യൻ വനിതാ ലീഗ് ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഗോകുലം കേരള FC ആണ്. 2023 ഇന്ത്യൻ വനിതാ ലീഗ് ക്ലബ്ബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഗോകുലം കേരള FC ആണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ
ടീം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയ ടീം പശ്ചിമ ബംഗാളാണ്. ക്രിക്കറ്റ് ഉടലെടുത്ത രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. ക്രിക്കറ്റ് ഉടലെടുത്ത രാജ്യം ഇംഗ്ലണ്ടാണ്. ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആണ്. ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? അനിൽ കുംബ്ലെ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം അനിൽ കുംബ്ലെയാണ്. ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രഞ്ജി ട്രോഫിയാണ്. ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫി ആരംഭിച്ച വർഷം 1934 2022-23 രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. റണ്ണറപ്പ് ബംഗാളും. 2022-23 രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയാണ്. സൗരാഷ്ട്ര ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബംഗാളിനെയാണ്. 2022 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മധ്യപ്രദേശാണ്. റണ്ണറപ്പ് മുംബൈയും. 2022 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മധ്യപ്രദേശാണ്. ഫൈനലിൽ മധ്യപ്രദേശ് പരാജയപ്പെടുത്തിയത് മുംബൈയാണ്. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? അനിൽ കുംബ്ലെ. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ അനിൽ കുംബ്ലെയാണ്. അതുപോലെ തന്നെ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടുന്ന ലോകത്തെ രണ്ടാമത്തെ ക്രിക്കറ്റ് താരം കൂടിയാണ് അനിൽ കുംബ്ലെ. ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയായ ICCയുടെ ആസ്ഥാനം എവിടെയാണ്? ദുബായ്. ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയായ ICCയുടെ ആസ്ഥാനം ദുബായ് ആണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ആരാണ്? CP റിസ്വാൻ. രാജ്യാന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി CP റിസ്വാൻ ആണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ്? BCCI. ഇന്ത്യയിൽ ക്രിക്കറ്റ് നിയന്ത്രിക്കുന്ന സംഘടന BCCI ആണ്. BCCIയുടെ ആസ്ഥാനം മുംബൈയാണ്. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നി. BCCIയുടെ നിലവിലെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആരാണ്? കരുൺ നായർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം കരുൺ നായറാണ്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം രോഹിത് ശർമ്മയാണ്. 264 റൺസാണ് ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ രോഹിത് ശർമ്മ നേടിയ റെക്കോർഡ്. അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിൽ. അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിലാണ്. ഈ മത്സരത്തിൽ വിജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയുടെ ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഏത് രാജ്യത്തിനെതിരായിരുന്നു? ബംഗ്ലാദേശിനെതിരെ. ഈ മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് അഥവാ പിങ്ക് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ബംഗ്ലാദേശിനെതിരെയായിരുന്നു. ജയിച്ചത് ഇന്ത്യയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ലാല അമർനാഥ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ലാല അമർനാഥും ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സെഞ്ചുറി നേടിയത് കപിൽ ദേവുമാണ്. ഇന്ത്യ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷങ്ങൾ ഏതൊക്കെയാണ്? 1983 2011. ഇന്ത്യ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ വർഷങ്ങൾ 1983 2011. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ
ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ 2023 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. പ്രഥമ T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. പ്രഥമ T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. 2022 T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 2022 T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിന് വേദിയായ സ്റ്റേഡിയം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ്. തിരുവനന്തപുരത്തെ കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് നടന്നത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ്? ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. പാകിസ്ഥാൻ്റെയും ദേശീയ കായിക വിനോദം ഹോക്കി തന്നെയാണ്. ക്രിക്കറ്റ്, ഹോക്കി മത്സരങ്ങളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നീ മത്സരങ്ങളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം 11 ഹോക്കി മത്സരത്തിൻ്റെ സമയം എത്രയാണ്? 60 മിനിറ്റ്. ഹോക്കി മത്സരത്തിൻ്റെ സമയദൈർഘ്യം 60 മിനിറ്റാണ്. ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ഇന്ത്യയുടെ ദേശീയ കായിക ദിനം. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് എന്നാണ്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണം ലഭിച്ചത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് എത്ര തവണ സ്വർണം ലഭിച്ചിട്ടുണ്ട്? 8 തവണ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് 8 തവണയാണ് സ്വർണം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, ഒഡീസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയമാണ്. ഒളിമ്പിക്സ് ഹോക്കിയിലെ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. 2022 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ആരാണ്? ദക്ഷിണ കൊറിയ. 2022 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ജേതാക്കൾ ദക്ഷിണ കൊറിയയാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നരീന്ദർ ബത്ര. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ നരീന്ദർ ബത്രയാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ലോസെയ്ൻ. സ്വിറ്റ്സർലൻഡിലെ ലോസെയ്നാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ ആസ്ഥാനം. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ്. റണ്ണറപ്പ് ബെൽജിയവുമാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ്. ജർമ്മനി ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദി ഒഡീഷയായിരുന്നു. ഒഡീഷയിലെ ഭുവനേശ്വർ, റൂർക്കേല എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ലോകകപ്പ് നടന്നത്. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾ നടന്നത്. 2022 വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ നെതർലൻഡാണ്. 2022 വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ നെതർലൻഡാണ്. ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടെർക്കി. ഹോക്കി ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ദിലീപ് ടെർക്കിയാണ്. ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ്? റാണീസ് ഗേൾസ് ഹോക്കി ടർഫ്. ഒരു ഇന്ത്യൻ വനിതാ താരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേഡിയം ഇന്ത്യയുടെ ഹോക്കി താരമായ റാണി രാംപാലിൻ്റെ പേരിലുള്ള റാണീസ് ഗേൾസ് ഹോക്കി ടർഫാണ്. ഇന്ത്യൻ ഹോക്കി ടീമിലെത്തിയ ആദ്യ മലയാളി ആരാണ്? ഫ്രെഡറിക് മാനുവലാണ്. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടുന്ന മലയാളിയാണ് ഫ്രെഡറിക് മാനുവൽ. ഇന്ത്യൻ ഹോക്കി ടീമിൽ എത്തിയ ആദ്യ മലയാളിയാണ് ഫ്രെഡറിക് മാനുവൽ. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡലുകൾ എത്രയാണ്?
8 സ്വർണം 1 വെള്ളി 3 മെഡൽ. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ ലഭിച്ചിട്ടുള്ള മെഡലുകൾ 8 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവുമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് ഏതാണ്? വിംബിൾഡൺ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ടെന്നീസ് ടൂർണമെൻറ്റ് വിംബിൾഡൺ ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ്? രാമനാഥൻ കൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം രാമനാഥൻ കൃഷ്ണനാണ്. കേരള ടെന്നീസ് അക്കാദമി നിലവിൽ വന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരള ടെന്നീസ് അക്കാദമി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരമാണ്. പുരുഷന്മാരുടെ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? റോജർ ഫെഡറർ. പുരുഷന്മാരുടെ ടെന്നീസ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം റോജർ ഫെഡററാണ്. പുൽ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? വിംബിൾഡൺ. പുൽ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് വിംബിൾഡൺ ആണ്. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ. കളിമൺ കോർട്ടിൽ നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഫ്രഞ്ച് ഓപ്പൺ ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ജാനിക് സിന്നറാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ്? അരീന സബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സബലങ്കയാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിനാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷന്മാരുടെ ഡബിൾസിൽ കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ ഇന്ത്യയുടെ താരമാണ്. ഓസ്ട്രേലിയൻ താരമായ മാത്യു എബ്ദനും ചേർന്ന സഖ്യത്തിനാണ്. 2023 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2023 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2023 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ്? മാർക്കറ്റ വോൺഡ്രോസോവ. 2023 വിംബിൾഡൺ വനിതാ വിഭാഗം ജേതാവ് മാർക്കറ്റ വോൺഡ്രോസോവയാണ്. 2022 വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2022 വിംബിൾഡൺ പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2022 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് എലേന റബാക്കിനെയാണ്. 2022 വിംബിൾഡൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് എലേന റബാക്കിനെയാണ്. 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? കോക്കോ ഗൗഫ്. 2023 US ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് കോക്കോ ഗൗഫ് ആണ്. 2022 US ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? കാർലോസ് അൽക്കാരസ്. 2022 US ഓപ്പൺ സിംഗിൾസ് പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അൽക്കാരസ് ആണ്. 2022 US ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാറ്റെക് ആണ്. 2022 US ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇഗ സ്വിയാറ്റെക് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 പുരുഷ വിഭാഗം സിംഗിൾസ് ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സബലങ്കയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2023 വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആരാണ്? ഇഗ സ്വിയാറ്റെക്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിയാറ്റെക് ആണ്. 2022 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? റാഫേൽ നദാൽ. 2022 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാലാണ്.
2022 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ആരാണ്? ഇഗ സ്വിയാറ്റെക്. 2022 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് ഇഗ സ്വിയാറ്റെക് ആണ്. പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഗീതു അന്ന ജോസ്. പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗിൽ കളിച്ച ആദ്യ ഇന്ത്യൻ വനിത ഗീതു അന്ന ജോസ് ആണ്. ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 6. ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം 6 ആണ്. ബോക്സിംഗ് നടക്കുന്ന വേദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റിങ് എന്നാണ്. ബോക്സിംഗ് നടക്കുന്ന വേദി അറിയപ്പെടുന്നത് റിങ് എന്ന പേരിലാണ്. എയർ ബാൾ ഏത് കായികവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്കറ്റ്ബോൾ. എയർ ബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ബാസ്കറ്റ്ബോൾ. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിജേന്ദർ സിംഗ്. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിജേന്ദർ സിംഗ് ആണ്. ബോക്സിംഗ് നിയമങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്യൂൻസ്ബെറി നിയമങ്ങൾ എന്നാണ്. ബോക്സിംഗ് നിയമങ്ങൾ അറിയപ്പെടുന്നത് ക്യൂൻസ്ബെറി നിയമങ്ങൾ എന്ന പേരിലാണ്. കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായത് എവിടെയാണ്? പെരിനാട്. കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ബോക്സിംഗ് അക്കാദമി സ്ഥാപിതമായത്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി എവിടെയായിരുന്നു? ദുബായ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി ദുബായ് ആയിരുന്നു. 2023 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? താഷ്കൻ്റ് ആയിരുന്നു. 2023 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി താഷ്കൻ്റ് ആയിരുന്നു. കബഡി ഉടലെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. കബഡി ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ്. കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ. കേരളത്തിലെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്ന സ്ഥലത്താണ്. 2022 ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഹംഗറിയിലെ ബുഡാപെസ്റ്റ്. 2022 ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആയിരുന്നു. അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ബേസ്ബോൾ. അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ബേസ്ബോൾ ആണ്. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്ന ആരാണ്? ബുല ചൗധരി. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ബുല ചൗധരിയാണ്. ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് 2022 ജേതാവ് ആരാണ്? പങ്കജ് അദ്വാനി. ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പ് 2022 ജേതാവ് പങ്കജ് അദ്വാനിയാണ്. കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ. കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? ബാഡ്മിൻ്റൺ. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ബാഡ്മിൻ്റൺ ആണ്. ചെസ്സ് ഉടലെടുത്ത രാജ്യം ഏതാണ്? ഇന്ത്യ. ചെസ്സ് ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ആരാണ്? നിഹാൽ സരീൻ. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം നിഹാൽ സരീനാണ്. ഐക്യരാഷ്ട്രസഭ പ്രഥമ വേൾഡ് ചെസ് ഡേ ആയി ആചരിച്ചത് എന്നാണ്? 2020 ജൂലൈ 20. ഐക്യരാഷ്ട്രസഭ പ്രഥമ വേൾഡ് ചെസ് ഡേ ആയി ആചരിച്ചത് 2020 ജൂലൈ 20 കേരളത്തിൽ 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്പ്ലാഷ്. കേരളത്തിൽ 8 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പ്ലാഷ്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശ്ശൂരാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രമത്താണ്. കേരളത്തിൽ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ആശ്രാമം. കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവ്. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത്. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ടിരുന്ന കായിക ഇനം ഏതാണ്? വോളിബോൾ. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ടിരുന്ന കായിക ഇനം വോളിബോളാണ്. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്.
2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.